Hello, good evening. Audible അല്ലേ? Hello, hello. Okay. നമ്മള് മെഷീൻ ലേണിംഗിൽ ഞാൻ ഈ ഫോൾഡേഴ്സ് ഒന്ന് പുറത്തേക്ക് ഇട്ടായിരുന്നു. അതിൽ ബൂസ്റ്റിംഗ് അൽഗോരിതംസ് ആയിരുന്നു നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ കൂടി ഞാനൊരു ഫോൾഡറിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അതായത് ആ ഡാബൂസിന് മാത്രമായിട്ട് ഒരു ഫോൾഡർ ആക്കുന്നുണ്ട്. ബിക്കോസ് നെക്സ്റ്റ് അൽഗോരിതംസ് വരുമ്പോഴത് കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഒരു ഫോൾഡറും കൂടി നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അഡാബൂസ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് എക്സ് ടി ബൂസ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ് ടി ബൂസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫോൾഡർ നെയിം. പിന്നെ ഈ അഡാബൂസ് നമ്മൾ ചെയ്തത് ഇൻകം എന്ന് പറയുന്നത്, അതായത് ക്ലാസിഫയറും റിഗ്രഷനും കണ്ടോ ഒക്കെ ഇൻകം ഡോട്ട് സി എസ് വി എന്ന് പറയുന്ന ഫയൽ വെച്ചിട്ടാണ് ചെയ്തത്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒരു ക്ലാസിഫിക്കേഷൻ ഡാറ്റാ സെറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, റിഗ്രഷൻ ഡാറ്റാ സെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്ത് നോക്കുക, അഡാബൂസ്റ്റ് ക്ലാസിഫയർ റിഗ്രസറും കൂടി ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഈ സെയിം ഫോർമാറ്റ് തന്നെ ഡാറ്റാ സെറ്റിൽ എന്ത് അൽഗോരിതം എന്ത് ഡാറ്റാ സെറ്റ് ആയിരിക്കണം, ഒരു റിഗ്രഷൻ ഡാറ്റാ സെറ്റ് വെച്ചിട്ടും കൂടി ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റ തന്നെ സെയിം ചെയ്ത് നോക്കിയാലും കുഴപ്പമില്ല. ഇതിൽ എന്ത് ചെയ്യുക, ഡാറ്റാ സെറ്റ് ഒന്ന് മാറ്റി നോക്കുക. നമ്മൾ കുറേ അൽഗോരിതംസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. സോ അതിൽ എന്താണ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസിൽ തന്നെ ഐറിസ് അല്ല, സൂപ്പർവൈസ്ഡിൽ. സോ സൂപ്പർവൈസ്ഡിൽ റാൻഡം ഫോറസ്റ്റിന്നോ ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ സാലറീൻ്റെ ഡാറ്റാ സെറ്റ് എടുത്താലും കുഴപ്പമില്ല. സാലറി ഡോട്ട് സി എസ് വി എന്ന് പറഞ്ഞ ഡാറ്റാ സെറ്റ് വെച്ചിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ബിക്കോസ് സെയിം തന്നെയാണ് അവിടെ വരുന്നത്. അത് കൂടി ഒറ്റ ഡിഫറൻസേ വരുന്നുള്ളൂ. നമ്മുടെ മോഡൽ ക്രിയേഷൻ്റെ അവിടെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, അഡാബൂസ്റ്റ് റിഗ്രസൻ ആണ് കൊടുക്കുന്നത്. ഇതങ്ങ് കോപ്പി ചെയ്തിട്ടാലും മതി. എന്ത് ചെയ്യുക, അതങ്ങ് കോപ്പി ചെയ്തിടാം. എന്നിട്ട് നമ്മൾ ആ ഒരു ഫോൾഡർ ഉണ്ടല്ലോ എന്നിട്ട് പോവുക. സൂപ്പർവൈസറിൻ്റെ ഉള്ളിലല്ലാന്ന് പറയാം. ഞാൻ ഈ രണ്ട് ഫോൾഡേഴ്സിന്റെ പാത്ത് അങ്ങ് മാറ്റുന്നുണ്ട് കേട്ടോ. സൂപ്പർവൈസറിൻ്റെ ഉള്ളിൽ തന്നെ ആക്കുന്നുണ്ട്. ഓക്കെ, സൂപ്പർവൈസറിൻ്റെ ഉള്ളിൽ തന്നെ ആക്കുന്നുണ്ട്. ഹൈപ്പർ പാരാമീറ്റേഴ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്തിരുന്നു. ബൂസ്റ്റിംഗ് അൽഗോരിതംസ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ അതിൽ ഇൻകം റിഗ്രസർ ഉണ്ട്, ക്ലാസിഫയർ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, സാലറിൻ്റെ ഡാറ്റാ സെറ്റ് അപ്ലോഡ് ചെയ്യുക. ഡാറ്റാ സെറ്റ്സ് ഫോൾഡറിൽ സാലറി ഡാറ്റാ സെറ്റ് വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് പാർക്കിൻസൺ ഡാറ്റാ സെറ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. സാലറി ഡാറ്റാ സെറ്റ് ലോഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻകത്തിൻ്റെ റിഗ്രസർ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെയും റിഗ്രസർ ചെയ്ത് നോക്കുക കേട്ടോ.
റിഗ്രഷൻ ഡാറ്റ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുക, ക്ലാസിഫയർ അല്ല റിഗ്രഷൻ ആണ്. ആ ഒരു ഫയലും കൂടി ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്താലും മതി കേട്ടോ. ഇതങ്ങ് കോപ്പി ചെയ്യുക. കംപ്ലീറ്റ്ലി ടൈപ്പ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് പ്രീവിയസ്ലി ചെയ്ത ഡാറ്റ ഉണ്ടെങ്കിൽ പക്ഷെ നോക്കി ചെയ്യണം കേട്ടോ. റിഗ്രസറിൻ്റെ അവിടെ റിഗ്രസറിനും ക്ലാസിഫിക്കേഷൻ അവിടെ ക്ലാസിഫിക്കേഷൻ തന്നെ വേണം യൂസ് ചെയ്യാൻ. വേറെ ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് തൽക്കാലത്തേക്ക് സ്പീഡിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കംപ്ലീറ്റ്ലി കോപ്പി പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. income.csv മാറ്റിയിട്ട് നമ്മുടെ സാലറി ഡാറ്റാ സെറ്റിൻ്റെ നെയിം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. സാലറി ഡാറ്റാ സെറ്റാണ്. സോ അതന്നെ കൊടുക്കുക കേട്ടോ. സാലറി _ ഡാറ്റാ സെറ്റ് ദെൻ റൺ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഡാറ്റാ സെറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ ആണ്, കുറച്ച് കോളംസേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു നമ്മൾ ചെയ്തു തരുന്നത്, കോളം നെയിം നോക്കി നൾ വാല്യൂസ് നോക്കി സെയിം സ്റ്റെപ്പ് തന്നെ ഇവിടെയും ഫോളോ ചെയ്യുന്നുണ്ട്. കോപ്പി, നെക്സ്റ്റ് എന്ത് ചെയ്യുക, കോളം നെയിംസ് ചെക്ക് ചെയ്ത് നോക്കുക, റൺ ചെയ്യുക. അതേപോലെ ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് സം കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, റൺ ചെയ്യുക. നൾ വാല്യൂസ് ഒന്നുമില്ല, സോ നമുക്ക് നൾ വാല്യൂസ് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യുക, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുന്നുണ്ട്, ചെയ്ത് നോക്കുക. എല്ലാം ന്യൂമറിക്കൽ കോളംസ് ആണ്. സോ കാറ്റഗറിക്കലിനെ ന്യൂമറിക്കൽ ആക്കുന്ന സ്റ്റെപ്സും നമുക്കിവിടെ ആ ഒരു ഡാറ്റയിൽ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ ടാർഗറ്റ് കോളം ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ ഒരു സ്റ്റെപ്പ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടാർഗറ്റ് കോളം ഏതായിരിക്കും, സാലറി എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ടാർഗറ്റ് കോളം വരുന്നത്. സോ ഇത് മാറ്റിയിട്ട് സാലറി ആക്കാം. സാലറി, അതേപോലെ ഇവിടെയും സാലറി ആക്കാം. ഓക്കെ, എക്സും വൈയും കൊടുത്തു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരുന്നു, എക്സ്ട്രെയിൻ വൈ ടെസ്റ്റ് ടെസ്റ്റ് സ്പ്ലിറ്റ് ആയിരുന്നു. സോ അതങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരുന്നു, അഡാബൂസ്റ്റ് റിഗ്രസറിൻ്റെ മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. സോ ആ ഒരു സ്റ്റെപ്പും കൂടി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, റിഗ്രഷൻ ഡാറ്റ സെറ്റ് ആയപ്പോഴും 0.99 ട്രെയിനിങ്ങിനും അതേപോലെ ടെസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 0.97 എന്നുള്ള രീതിക്കും വന്നിട്ടുണ്ട്. ഓക്കെ, സോ അത്യാവശ്യം പെർഫോമൻസ് റിഗ്രഷൻ ഡാറ്റയിൽ നമുക്ക് എന്ത് കിട്ടും, അഡാബൂസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കിട്ടും. സോ ഇതേപോലെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സ്പീഡിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടതാണ്. നിങ്ങൾ മാനുവലി ടൈപ്പ് ചെയ്ത് നോക്കുക കേട്ടോ, 1 by 1 ആയിട്ട് ഡാറ്റ സെറ്റിനെ അനലൈസ് ചെയ്തതിന് ശേഷം ആഡ് ഓൺ ചെയ്യാം. സോ ഇത്രയും നല്ല ആക്യുറസി ഉള്ള ഒരു മോഡൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അഡാബൂസ്റ്റ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഇൻകത്തിൻ്റെ റിഗ്രസർ ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്. സോ ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല ബെറ്റർ പെർഫോമൻസ് ഉള്ള റിഗ്രഷൻ അൽഗോരിതം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് റിഗ്രഷൻ ഡാറ്റ വെച്ചിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ, സോ നെക്സ്റ്റ് ബൂസ്റ്റിംഗ് അൽഗോരിതം ആയിരുന്നു ഇത്, ST ബൂസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കത് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, സോ XT ബൂസ്റ്റിനും എന്തുണ്ട്, റിഗ്രസറും ഉണ്ട്, ക്ലാസിഫയറും ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം. സോ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യാം, പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് പിപ്പ് ഇൻസ്റ്റാൾ XT ബൂസ്റ്റ് കൊടുക്കുക.
റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്, ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, XGBoost നമ്മൾ സെപ്പറേറ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യേണ്ട കേസസ് ഉണ്ട്. സോ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഇച്ചിരി ടൈം എടുക്കും കേട്ടോ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫയൽ നെയിം ഒക്കെ കൊടുത്തിട്ട് ആഡ് ഓൺ ചെയ്ത് പോവാം കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇമ്പോർട്ട്സ് ആണ്. സോ അത് നമുക്ക് ചെയ്ത് വെക്കാം. ഇമ്പോർട്ട് pandas as pd കൊടുക്കുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് ലൈനിൽ കൊടുക്കാം നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ട് ഫ്രം sklearn ഡോട്ട് കൊടുക്കുക പ്രീ പ്രോസസ്സിംഗ് ഇമ്പോർട്ട് കൊടുക്കുക. ലേബൽ എൻകോഡർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് നെക്സ്റ്റ് എന്തായിരുന്നു, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ആയിരുന്നു. സോ ഫ്രം sklearn ഡോട്ട് എന്ത് കൊടുക്കുക, മോഡൽ സെലക്ഷൻ, മോഡൽ അണ്ടർസ്കോർ സെലക്ഷൻ ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, ട്രെയിൻ അണ്ടർസ്കോർ ടെസ്റ്റ് അണ്ടർസ്കോർ സ്പ്ലിറ്റ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു, XGBoost ക്ലാസിഫയർ ആണ്. സോ ഫ്രം XGBoost ഇമ്പോർട്ട് കൊടുക്കുക XGB ക്ലാസിഫയർ. ഓക്കെ, അത് ഇൻസ്റ്റാളേഷൻ കളക്ടിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ താഴേക്ക് പോവാം. ഏറ്റവും താഴത്ത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എന്ന് പറയുവാണെങ്കിൽ യെസ്, സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് XGBoost 3.0.3 ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുണ്ട്. സോ ആ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്തിടണേ, എപ്പോഴെപ്പോഴും അത് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യരുത്. ഇൻസ്റ്റാളേഷൻ ഒറ്റ തവണ ചെയ്താൽ മതി. അത്രയും മെമ്മറി സ്പേസ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്പേസ് കളയേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക, അതങ്ങ് കമൻറ്റ് ചെയ്തിടുക. ഒറ്റ തവണ ഇൻസ്റ്റാൾ ചെയ്താൽ മതി കേട്ടോ. സോ ഒരു ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ അതൊന്ന് കമൻറ്റ് ചെയ്തിടുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് മുമ്പിലിടുക കേട്ടോ. ഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്നുള്ള രീതിക്ക് നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ നമ്മൾ ഇമ്പോർട്ട്സ് 4 ഇമ്പോർട്ട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് റൺ ചെയ്യാം. പാണ്ടാസിൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോയിട്ടുണ്ട്. ഓക്കെ, അത് കറക്റ്റ് ആക്കി കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. മോഡൽ സെലക്ഷൻ ഫ്രീ പ്രോസസിങ് കറക്റ്റ് ആണ്. ട്രെയിൻ ടെസ്റ്റ് സ്പീഡ് ഓക്കെ. നമ്മളിവിടെ XGBoost ക്ലാസിഫയർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ കേസിൽ നമ്മൾ ക്ലാസിഫയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇൻകം ഡാറ്റ സെറ്റ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോൾഡറിലേക്ക് ഞാൻ അത് എടുക്കുന്നുണ്ട്. ഫയൽ നെയിം ആദ്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇൻകം ക്ലാസിഫയർ ഡാറ്റ XGBoost ആണ് ഉദ്ദേശിച്ചത്. ഞാൻ റീഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു ഡാറ്റ സെറ്റിനെ അപ്ലോഡ് ചെയ്യാനുണ്ട്. സോ അപ്ലോഡ് കൊടുക്കുന്നുണ്ട്. ഇൻകം സെയിം ഡാറ്റ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതേ ഇൻകം ഡാറ്റേനോട് ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഇത് കൊടുക്കുക ഡാറ്റ ഈക്വൽസ് PD ഡോട്ട് റീഡ് അണ്ടർസ്കോർ CSV കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോഡ്സിൽ എന്ത് കൊടുക്കുക, ഇൻകം ഡോട്ട് CSV കൊടുക്കുക. എന്നത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക, ഡാറ്റ എടുത്ത് നോക്കുക, റൺ ചെയ്യാം. ഓക്കെ, സോ 32,561 റോൾസും 14 കോളംസ് ആയിരുന്നു ഉള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. കോളം നെയിമൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഡാറ്റ ഡോട്ട് എന്ത് കൊടുക്കാം, കോളംസ് കൊടുക്കാം, റൺ ചെയ്യാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നൾ വാല്യൂസ് ചെക്ക് ചെയ്യായിരുന്നു. സോ ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് സം കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, ദെൻ റൺ ചെയ്യാം. 3 കോളംസിൽ നൾ വാല്യൂസ് ഉണ്ടായിരുന്നു. ദെൻ വാല്യൂ കൊണ്ടെടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക
നേറ്റീവ് ഹൈഫൻ കൺട്രി കൊടുക്കുക, ഡോട്ട് വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ദെൻ റൺ ചെയ്യാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണെന്ന് തോന്നുന്നു. യെസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് മോസ്റ്റ് റിപ്പീറ്റഡ് കോളം ആയിട്ടുള്ളത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കോളംസിൻ്റെയും കൂടി ഇതേപോലെ യൂണിക് വാല്യൂസ് വെച്ചിട്ട് ആണെങ്കിൽ റീപ്ലേസ് ചെയ്യാം കേട്ടോ. നേറ്റീവ് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു, വർക്ക് ക്ലാസ് ഉണ്ട്, ഒക്യുപ്പേഷൻ ഉണ്ട്. ഓക്കെ, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ കുറിച്ചുള്ള വർക്ക് ക്ലാസ് ദെൻ ഡോട്ട് കൊടുക്കാം, വാല്യൂ കൗണ്ട്സ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കാം. ഇതേപോലെ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോഡ്സ് കൊടുക്കുക. അതിൽ ഒക്യുപ്പേഷൻ കൊടുക്കുക, ഡോട്ട് വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, ദെൻ റൺ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെയൊക്കെ ഫില്ല് ചെയ്യാം. സോ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സിൻ്റെ ഉള്ളിലായിട്ട് വർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. വർക്ക് ക്ലാസ് ഈക്വൽസ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക, വർക്ക് ക്ലാസ് ഡോട്ട് ഫിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് സിംഗിൾ കോട്സിൽ കൊടുക്കുക, ആ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്, പ്രൈവറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് എന്തായിരുന്നു, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സ് occupation equals data square bracket സിംഗിൾ കോട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക, occupation കൊടുക്കുക. then അത് കഴിഞ്ഞ ശേഷം ഡോട്ട് ഫിൽ തന്നെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സ് കൊടുക്കുക. എന്തായിരുന്നു, ROF ഹൈഫൻ സ്പെഷ്യാലിറ്റി. then അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സുള്ള നേറ്റീവ് കൺട്രി ആയിരുന്നു, ഈക്വൽസ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സുള്ള നേറ്റീവ് ഹൈഫൻ കൺട്രി ഡോട്ട് ഫിൽ തന്നെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൽ എന്ത് കൊടുക്കുക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, ദെൻ റൺ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി നമുക്ക് നൾ വാല്യൂസ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് സം കൊടുത്ത് നോക്കുക, ദെൻ റൺ ചെയ്യാം. സോ നമ്മൾ നൾ വാല്യൂസിനെ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒബ്ജക്റ്റ് ടൈപ്പ് കോളംസിനെ ഫിൽറ്റർ ചെയ്തെടുക്കണം. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോർ ലുക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫോർ ഐ ഇൻ ഡാറ്റ കൊടുക്കുക, കോളൻ നെക്സ്റ്റ് ലൈനിൽ എഫ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഐ ഡോട്ട് ഡി ടൈപ്പ് കൊടുക്കുക, ഈക്വൽസ് ഒബ്ജക്റ്റ് ടൈപ്പ് ആണെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഒരു കോളം കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക, ഐ കൊടുക്കുക, ദെൻ റൺ ചെയ്യാം. ഓക്കെ, സോ ഇത്രയും ഇത് വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യണം, ലേബിൾ എൻകോഡർ നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ. സോ ലേബിൾ എൻകോഡറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, LE_work class ഈക്വൽസ് എന്ത് കൊടുക്കുക, ലേബിൾ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സിൽ വർക്ക് ക്ലാസ്, ഇവിടെ സിംഗിൾ കോട്സ് കൊടുത്തിട്ടുണ്ടായില്ല. ഓക്കെ, സോ വർക്ക് ക്ലാസ് ഈക്വൽസ് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പേര് LE_work class ഡോട്ട് കൊടുക്കുക, ഫിറ്റ് ട്രാൻസ്ഫോം കൊടുക്കുക, ഫിറ്റ് ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സിൽ നമ്മുടെ ആ ഒരു കോളം നെയിം
വർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ദെൻ അതിനുശേഷം നെക്സ്റ്റ് ഒബ്ജക്റ്റ് റീഡ് ചെയ്യാം. LE underscore education equals കൊടുക്കുക, ലേബൽ എൻകോഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എഡ്യൂക്കേഷൻ കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞ ശേഷം ഈക്വൽസ് LE underscore education ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഇതെടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എഡ്യൂക്കേഷൻ കൊടുക്കുക. അതേപോലെ LE underscore എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാരിറ്റൽ സ്റ്റാറ്റസ് ആണ് നെക്സ്റ്റ് കോളം, സോ അത് കൊടുക്കുക. മാരിറ്റൽ ഈക്വൽസ് ലേബൽ എൻകോഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ദെൻ നെക്സ്റ്റ് എന്താണ്, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ മാരിറ്റൽ സ്റ്റാറ്റസ് ഈക്വൽസ് LE underscore marital dot fit underscore transform ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഓക്യുപ്പേഷൻ ആണ്, സോ LE underscore കൊടുക്കുക, ഓക്യുപ്പേഷൻ കൊടുക്കുക, ലേബൽ എൻകോഡ് നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ ഓക്യുപ്പേഷൻ. അത് കഴിഞ്ഞ ശേഷം ഈക്വൽസ് LE underscore occupation ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ഒരു കോളം നെയിം, ഓക്യുപ്പേഷൻ എന്ന് പറയുന്ന ആ ഒരു കോളം നെയിം കൂടി കൊടുക്കുക. ഇതിന് കഴിഞ്ഞാൽ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ആണ്, സോ LE underscore relation equals ലേബൽ എൻകോഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്. ദ നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ കൊടുക്കുന്നുണ്ട്, റിലേഷൻഷിപ്പ് കൊടുക്കുന്നുണ്ട്, ഈക്വൽസ് LE underscore relation ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, റിലേഷൻഷിപ്പ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ലൈനിൽ ഇത് കൊടുക്കാം, നെക്സ്റ്റ് കോളത്തിന് കൊടുക്കണം അല്ലേ, സോ LE underscore raise equals label encode, then function brackets, then next line la data square brackets single quotes in ullila raise kodukka equals LE underscore raise dot fit underscore transform kodukka function brackets in ullila data square brackets single quotes in ullila aayittu raise kodukka. The next column arayanda sex aanu, so aa column kodukka LE underscore sex equals label encoder, then again function brackets kodukka data square brackets single quotes and ullila or column name kodukka equals LE underscore column name dot fit underscore transform function brackets and ullila data square brackets single quotes and ullila aayittu കൊടുക്കുക, ഒരു കോളം നെയിം കൊടുക്കുക, അതെ ലോവർ കേസ് ആണ്, സോ ലോവർ കേസ് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് കോളം നേറ്റീവ് കൺട്രി ആണ്, ഈക്വൽസ് കൊടുക്കുക, ലേബൽ എൻകോഡർ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിലായിട്ട് നേറ്റീവ് ഹൈഫൻ കൺട്രി കൊടുക്കുക, കൺട്രി ഈക്വൽസ്
കൊടുക്കുക LE_native, then dot fit_transform data square bracket single quotes ഉള്ളിലായിട്ട് native hyphen enter കൊടുക്കുക. സോ നമ്മൾ അത്യാവശ്യം ലേബൽ എൻകോഡർ കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുണ്ട്. ദെൻ റൺ ചെയ്ത് നോക്കാം. സോ എല്ലാം റൺ ആയിട്ടുണ്ട്. ദെൻ ലേബൽ എൻകോഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഡാറ്റ സെറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. സോ നെക്സ്റ്റ് ലൈനിൽ സോ നെക്സ്റ്റ് സെല്ലിലേക്ക് പോയിട്ടുണ്ട്. സെലക്ഷൻ എന്ത് കൊടുക്കാം, ഡാറ്റ എടുത്ത് നോക്കാം. സോ എല്ലാ കോളംസിനെയും എന്താക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ്ലി ന്യൂമറിക്കൽ ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എക്സും വൈയും കൊടുത്തിട്ട് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കാം, മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. സോ എക്സ് ഈക്വൽസ് ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ നമ്മുടെ കോളം നെയിം, അതായത് ഇൻകം ഗ്രേറ്റർ ദാൻ 50K ഇതായിരുന്നു നമ്മുടെ കോളം നെയിം. അത് കൊടുത്തിട്ടുണ്ട്. കോമ ഇത് കൊടുക്കുക, ആക്സസ് ഈക്വൽസ് 1 കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റിൽ y ഈക്വൽസ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിലായിട്ട് ഇൻകം ഗ്രേറ്റർ ദാൻ 50K കൊടുക്കുന്നുണ്ട്. എക്സും വൈയും കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എക്സ്ട്രീം കോമ എക്സ് ടെസ്റ്റ് കോമ y train കോമ y test ഈക്വൽസ് കൊടുക്കുക, train underscore test underscore split ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കുക, എക്സ് കോമ വൈ കോമ ടെസ്റ്റ് അണ്ടർസ്കോർ സൈസ് ഈക്വൽസ് കൊടുക്കുക 0.2 അല്ലെങ്കിൽ 2.5 അല്ലെങ്കിൽ 3 ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കുക കേട്ടോ. റാൻഡം സ്റ്റേറ്റ് ഈക്വൽസ് കൊടുക്കുക, ഇഷ്ടമുള്ള നമ്പേഴ്സ് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം അത് റൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് റൺ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മോഡൽ ബിൽഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മോഡൽ ഈക്വൽസ് നമ്മൾ XGBoost ആണ്. സോ XGB ഇതാണ് ക്ലാസിഫയർ ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. സോ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. XGB ക്ലാസിഫയർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. XGB ക്ലാസിഫയർ എന്ന് പറയുമ്പോൾ ബൈ ഡീഫോൾട്ട് ഉള്ളത് പറയാം. ബൈ ഡീഫോൾട്ട് ഉള്ള വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ഡിസിഷൻ ട്രീ ക്ലാസിഫയർ ആണ് വരുന്നത്. സോ ഡിസിഷൻ ട്രീ ക്ലാസിഫയർ വിത്ത് ഡെപ്ത് 3. ഓക്കെ, സോ ഡെപ്ത് 3 ആയിട്ടുള്ള ഡിസിഷൻ ട്രീ ക്ലാസിഫയർ ആണ് ഇതിൽ വരുന്നത്, ബൈ ഡീഫോൾട്ട് ആയിട്ട് XGBoost വരുന്നത്. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, മോഡൽ ഡോട്ട് ഫിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ. ദെൻ അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, പ്രിൻ്റ് കൊടുക്കുക. എന്താണ് നമ്മൾ ട്രെയിനിങ് സ്കോറും ടെസ്റ്റിംഗ് സ്കോറും ചെക്ക് ചെയ്യാനുണ്ട് അല്ലേ. സോ സിംഗിൾ കോട്ട്സിൽ ട്രെയിൻ സ്കോർ കോളൻ കോമ മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ പ്രിൻ്റ് ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ടെസ്റ്റ് സ്കോർ കോമ മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കും. ഓക്കെ, ഇനി അതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് അവിടെ മോഡലിൻ്റെ സ്കോർ അറൗണ്ട് 0.8987, ടെസ്റ്റ് സ്കോർ 87 അതേപോലെ ട്രെയിനിങ് സ്കോർ 89 എന്നുള്ള രീതിക്ക് നമുക്ക് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ഡിസിഷൻ ട്രീയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാക്സ് ഡെപ്ത് 6 ആക്കിയിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഡിസിഷൻ ട്രീയുടെ ഇമ്പോർട്ട് ചെയ്യണം. സോ ഞാൻ തൽക്കാലം ഈ ഒരു സെല്ല് തന്നെ നെക്സ്റ്റ് സെല്ലിൽ ഇമ്പോർട്ട് ചെയ്യുവാണ് കേട്ടോ.
മുകളിൽ ഇമ്പോർട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രം എന്ത് കൊടുക്കുക, sklearn ഡോട്ട് ട്രീ ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, ഡിസിഷൻ ട്രീ ക്ലാസിഫയർ ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് മാക്സ് അണ്ടർസ്കോർ ഡെപ്ത് ഈക്വൽസ് 6, മാക്സ് ഡെപ്ത് 6 കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം കോമ എന്ത് കൊടുക്കുക, ലേണിംഗ് റേറ്റും കൂടി നമുക്ക് വേണമെങ്കിൽ സോറി നമ്മൾ കണ്ടന്റ് കൊടുക്കുമ്പോൾ കൊടുക്കണ്ട, ഡിസിഷൻ ട്രീ ക്ലാസിഫയറിന് മാത്രം ഇമ്പോർട്ടിൽ കൊടുക്കുക, ദെൻ റൺ ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സോ മോഡൽ 1 ഈക്വൽസ് എന്ത് കൊടുക്കുക, XGB ക്ലാസിഫയർ കൊടുക്കുന്നുണ്ട്. ദെൻ ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ബേസ് എസ്റ്റിമേറ്റർ ഈക്വൽസ് എന്ത് കൊടുക്കുക, ഡിസിഷൻ ട്രീ ക്ലാസിഫയർ കൊടുക്കുക. ദെൻ ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ മാക്സ് ഡെപ്ത് ഈക്വൽ 6 കൊടുക്കുക, കോമ ലേണിംഗ് റേറ്റ് ഈക്വൽ 0.6 ആണ് കൊടുക്കുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. സോ ലേണിംഗ് റേറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് മോഡലിനെ ഫിറ്റ് ചെയ്യാനുണ്ട്. സോ നെക്സ്റ്റ് ലൈനിൽ മോഡൽ 1 ഡോട്ട് ഫിറ്റ് ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, എക്സ്ചേഞ്ച് കോമ വൈറ്റ് ട്രെയിൻ കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ ശേഷം പ്രിന്റ് ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ട്രെയിൻ സ്കോർ കോളൻ കോമ മോഡൽ 1 ഡോട്ട് സ്കോർ ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുക, ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഇത് കൊടുക്കുക, പ്രിന്റ് ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ടെസ്റ്റ് സ്കോർ കൊടുക്കുക, ടെസ്റ്റ് സ്കോർ കോളൻ കോമ മോഡൽ 1 ഡോട്ട് സ്കോർ ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കുക. ഓക്കെ, സോ ദെൻ റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് മോഡലിലെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ബേസ് എസ്റ്റിമേറ്റർ ഓക്കെ, ടെസ്റ്റിൻ്റെ അവിടെ ഓക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കണ്ടോ. ബേസ് എസ്റ്റിമേറ്റേഴ്സ് ആർ നോട്ട് യൂസ്, നമ്മളത് റെഡി ആക്കിയായിരുന്നു. എസ്റ്റിമേറ്റേഴ്സ് നമ്മളതിൽ റെഡി ആക്കിയതാണല്ലോ. എസ്റ്റിമേറ്റർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ്ലി കൊടുത്താലും അല്ലെങ്കിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, എസ്റ്റിമേറ്റർ ഈക്വൽസ് നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കുകയാണ് ചെയ്തത്. വേറൊരു വേരിയബിളിലേക്ക് ആക്കിയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. തൽക്കാലം നമുക്കിത് ബേസ് മോഡൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആക്കിയിട്ട് കൊടുക്കാം. ഇതെന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്, പകരം ബേസ് അണ്ടർസ്കോർ മോഡൽ എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. then ഇതിന് തൊട്ട് മുമ്പായിട്ട് കൊടുക്കുക ബേസ് അണ്ടർസ്കോർ മോഡൽ ഈക്വൽസ് പേസ്റ്റ് ചെയ്തതാണ്. ഒന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എസ്റ്റിമേറ്റർ ഓക്കെ വാണിംഗ് അല്ലേ, നമുക്ക് തൽക്കാലത്തേക്ക് അത് വിടാം. ദെൻ ട്രെയിൻ സ്കോർ അറൗണ്ട് 91 കിട്ടിയിട്ടുണ്ട്, 91 കിട്ടിയിട്ടുണ്ട്. ബട്ട് ടെസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് എന്താണ്, 96 തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ. സോ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ഇത്ര തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും,
ഒരു മോഡലിന്റെ മാക്സ് സ്റ്റെപ്പ് ഇവിടെ ബൈ ഡിഫോൾട്ട് 3 ആയിരുന്നു വന്നിരുന്നത്. സോ അതിന് പകരം നമ്മളിവിടെ എന്ത് കൊടുത്തു, മാക്സ് സ്റ്റെപ്പ് 6 ആക്കിയിട്ട് കൊടുത്തു. എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തത്. ദെൻ ഇവിടെ 6ന് പകരം എന്താക്കി കൊടുത്തു നോക്കുക, 4 ആക്കി കൊടുത്തു നോക്കുക. ദെൻ ചെക്ക് ചെയ്ത് നോക്കുക. 0.86 തന്നെയാണ് ഇതിൽ വരുന്നത്. ടെസ്റ്റ് സ്കോറിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല, ബട്ട് ട്രെയിൻ സ്കോറിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. കണ്ടോ? സോ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് നമ്മുടെ ഔട്ട്കം വരുന്നത് അല്ലേ. 9 കൊടുത്തു നോക്കാം. 9.6 തന്നെയാണ് നമ്മുടെ ഔട്ട്പുട്ടിൽ, വലിയ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല. എന്ത് കൊടുക്കുന്നുണ്ട്, 6 തന്നെ കൊടുക്കുന്നുണ്ട്. ഇവിടെ 0.6ന് പകരം ലേണിംഗ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. 0.4 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. കണ്ടോ ചേഞ്ചസ് വന്നത് കണ്ടോ? 90 കൊടുത്തപ്പോഴേ 87 ആയിട്ട് വരുന്നുണ്ട്. ലേണിംഗ് റേറ്റ് കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അവിടെ വേരിയേഷൻസ് കാണാൻ പറ്റും. കണ്ടോ 89 87 എന്നുള്ള രീതിക്ക് വരുന്നുണ്ട്. 5 ആഡ് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കാം. ട്രെയിനിങ് സ്കോർ ഇൻക്രീസ് ആയിട്ടുണ്ട്, ബട്ട് ടെസ്റ്റിംഗ് സ്കോറിൽ വലിയ രീതിക്കുള്ള വേരിയേഷൻസ് ഒന്നും വന്നിട്ടില്ല. സോ ഇതേപോലെ നിങ്ങൾക്ക് ലേണിംഗ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. സോ ഇതിപ്പോൾ 3 ആണ് കൊടുത്തിരുന്നത്, 6 വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. 6 മാറ്റിയിട്ട് 9 ആക്കി നോക്കാം. വേരിയേഷൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, 6 തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ക്ലാസിഫിക്കേഷൻ അതായത് ബൂസ്റ്റിംഗ് അൽഗോരിതത്തിലെ സെക്കൻഡ് വൺ ആയിരുന്നു ഇത്, XG ബൂസ്റ്റ് എന്ന് പറഞ്ഞത്. സോ നമ്മൾ അതിൻ്റെ ജസ്റ്റ് എന്ത് ചെയ്തു, ക്ലാസിഫിക്കേഷൻ ഡാറ്റാ സെറ്റ് വെച്ചിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. സെയിം തന്നെ, വലിയ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല അതിൻ്റെ റിഗ്രഷൻ ചെയ്യാനും. നേരത്തെ ഞാൻ ഇൻകം കാണിച്ചത് പോലെ തന്നെ എന്ത് ചെയ്ത് നോക്കാൻ പറ്റും, വേറെ ഏതെങ്കിലും റിഗ്രഷൻ ഡാറ്റാ സെറ്റ് വെച്ചിട്ട് IRS ഡാറ്റാ സെറ്റോ ഏതെങ്കിലും ഡാറ്റാ സെറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഡാറ്റ കാണിക്കുന്നില്ലല്ലോ. യെസ്, ഓക്കെ. നേരത്തെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, റിഗ്രഷൻ ഡാറ്റാ സെറ്റ് നമ്മൾ ചെയ്തിരുന്നു അല്ലേ. അതായത് സാലറീൻ്റെ ഡാറ്റാ സെറ്റ് വെച്ച് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായി. സെയിം ഡാറ്റാ സെറ്റ് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് സാലറിയിൽ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് XG ബൂസ്റ്റിലേക്ക് പേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ സാലറി ഡാറ്റ സെറ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു പൈത്തൺ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫയലിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാം. കൊടുക്കുക സാലറി ഹൈഫൻ കൊടുക്കുക റിഗ്രസർ ഡാറ്റ ഹൈഫൻ XGB കൊടുക്കുന്നുണ്ട്. സോ XG ബൂസ്റ്റ് ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഇമ്പോർട്ട്സ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഏതൊക്കെ ആയിരിക്കും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക നോർമലി, പാണ്ടാസ്, അതേപോലെ തന്നെ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്, ലേബിൾ എൻകോഡർ, SGB റിഗ്രസർ. ഓക്കെ, സോ ഈ ഇമ്പോർട്ട്സ് ഒക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, പാണ്ടാസ് ആസ് പേര് കൊടുക്കുക. ദെൻ അതേപോലെ ഫ്രം sklearn ഡോട്ട് കൊടുക്കുക മോഡൽ അണ്ടർസ്കോർ സെലക്ഷൻ ഇമ്പോർട്ട് കൊടുക്കുക ട്രെയിൻ അണ്ടർസ്കോർ ടെസ്റ്റ് അണ്ടർസ്കോർ സ്പ്ലിറ്റ്. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഫ്രം
sklearn dot model selection കറക്റ്റ് ആണ്. നെക്സ്റ്റ് പ്രീ പ്രോസസ്സിംഗ് ആണ്. സോ പ്രീ പ്രോസസ്സിംഗ് ഇമ്പോർട്ട് ലേബിൾ എൻകോഡർ ആവശ്യമില്ലാന്ന് തോന്നുന്നല്ലോ. കൊടുത്തല്ലേ, ഇമ്പോർട്ട് ചെയ്തിട്ടേക്കാം. ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഓക്കെ, ലേബിൾ എൻകോഡർ കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുന്നുണ്ട്? ഫ്രം XGBoost import XGB regressor. ഓക്കെ, XGB regressor ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി അതൊന്ന് റൺ ചെയ്ത് കേട്ടോ. ഇമ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റ ഫ്രെയിമിനെ ലോഡ് ചെയ്യാനുണ്ട്. ദെൻ ബാക്കി പ്രോസസ്സും കൂടി കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ മെയിൻലി 3 ബൂസ്റ്റിംഗ് അൽഗോരിതംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ അഡാബൂസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കിയായിരുന്നു. ദെൻ ഇത് XGBoost ആണ്. ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ ഇമ്പോർട്ട്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റ ഈക്വൽസ് pd ഡോട്ട് കൊടുക്കുക, റീഡ് അണ്ടർസ്കോർ CSV കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കാം? സാലറി അണ്ടർസ്കോർ ഡാറ്റ സെറ്റ് ഡോട്ട് CSV കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഡാറ്റ കൊടുക്കുക. ഡാറ്റ കംപ്ലീറ്റ്ലി അവിടെ വരും. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോളം നെയിംസ് ചെക്ക് ചെയ്ത് നോക്കുക. ഡാറ്റ ഡോട്ട് കൊടുക്കുക, കോളംസ് കൊടുക്കുക. ദെൻ റൺ ചെയ്യുക. നമുക്ക് ആ കൂടി 3 കോളംസ് ആണുള്ളത്. കോളംസ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ ഡോട്ട് കൊടുക്കുക, സം കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ റൺ ചെയ്യാം. സോ നൾ വാല്യൂസ് ഇല്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ടൈപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോ ആയിട്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ നേരത്തെ കൊടുത്ത ഫോർമാറ്റ് ഫോർ കൊടുക്കുക, ഡാറ്റ ഫോർ ഡാറ്റ കൊടുക്കുക, കോളൻ കൊടുക്കുക. ഒത്തിരി കോളംസ് അല്ല, ഡാറ്റ ആണെങ്കിൽ എന്ത് കൊടുക്കുക? ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ അത് യൂസ് ചെയ്യണ്ട. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞ ശേഷം ഒരു ഡോട്ട് കൊടുക്കുക, ഡി ടൈപ്പ് കൊടുക്കുക. ഡി ടൈപ്പ് ഈക്വൽസ് ഇത് കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റ് ടൈപ്പ് ആണെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടും. ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കൊന്നും വരാത്തത്. ഫിനാൽസൊന്നും കൊടുത്തിട്ടുണ്ടായില്ലല്ലോ. സോ അതെന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുക? വെഡിങ്ങിൽ ഡാറ്റ ഡോട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം ന്യൂമറിക്കലാണ് അല്ലേ? സോ അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നപ്പോൾ നമുക്ക് ലേബൽ എൻകോഡർ ഒന്നും ചെയ്യണ്ട. ഡയറക്ട്ലി ഇത് കൊടുത്താൽ മതി. എക്സും വൈ ആക്കിയിട്ട് കൊടുത്തിട്ട് മോഡൽ ക്രിയേറ്റ് ചെയ്താൽ മതി. സോ കൊടുക്കുക എക്സ് ഈക്വൽസ് ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കാം? ആ ഒരു കോളം നെയിം കൊടുക്കുക, സാലറി കോമ ആക്സിസ് ഈക്വൽസ് 1 കൊടുക്കുക. ദെൻ അതേപോലെ തന്നെ വൈ കൊടുക്കുക. വൈ ഈക്വൽസ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ നമ്മുടെ ആ ഒരു കോളം നെയിം സാലറി കൊടുക്കുക. ദെൻ റൺ ചെയ്യാം. എക്സും വൈയും കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. സോ അത് കൊടുക്കാം. എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് കോമ. ഈ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുമ്പോഴേ ഇതേ ഫോർമാറ്റിൽ തന്നെ കൊടുത്തോളൂ കേട്ടോ. നിങ്ങൾ വാല്യൂസ് അസൈൻ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പാടായിരിക്കും കേട്ടോ. അത് ചിലർ ചെയ്യുന്ന മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞങ്ങനെ. സോ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുമ്പോൾ മസ്റ്റ് ആയിട്ടും ആ ഒരു ഓർഡർ തന്നെ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. സോ എക്സ് ടെസ്റ്റ് വൈ ടെസ്റ്റ് ഫസ്റ്റ് എക്സിൻ്റെ എല്ലാം കൊടുക്കുക. ട്രെയിനിങ് ഫസ്റ്റ്, അത് കഴിഞ്ഞ് ടെസ്റ്റിങ്ങിൻ്റെ. അതേപോലെ വൈ ട്രെയിനും വൈ ടെസ്റ്റും കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫംഗ്ഷൻ
train underscore test underscore split function bracketsന്റെ ഉള്ളിൽ കൊടുക്കുക x കോമ y കോമ test size equals 0.25 കൊടുത്ത് നോക്കുന്നുണ്ട്. then കോമ കൊടുക്കാം റാൻഡം സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്. റാൻഡം സ്റ്റേറ്റ് ഈക്വൽസ് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം കേട്ടോ. then റൺ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ലെവൽ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ മോഡൽ ക്രിയേഷൻ ആണ് മെയിൻലി ഉള്ളത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, XGB റിഗ്രസർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ അതിൽ ബൈ ഡിഫോൾട്ട് നമ്മൾ ഡിസിഷൻ ട്രീ ക്ലാസിഫയർ പറഞ്ഞ പോലെ തന്നെ ബൈ ഡിഫോൾട്ട് എന്തായിരിക്കും, ഡെപ്ത് 3 തന്നെയായിരിക്കും വരുന്നത്. സോ എന്ത് ചെയ്യാം, മോഡൽ ഈക്വൽസ് എന്ന് കൊടുക്കുന്നുണ്ട് XGB റിഗ്രസർ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ നോക്കണേ, XGB റിഗ്രസർ then ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബൈ ഡിഫോൾട്ട് എന്തായിരിക്കും, ബൈ ഡിഫോൾട്ട് കൊടുക്കുക ഡിസിഷൻ ട്രീ വിത്ത് ഡെപ്ത് എത്രയായിരിക്കും, 3 ആയിരിക്കും തന്നെ കേട്ടോ. സോ ബൈ ഡിഫോൾട്ട് നമ്മൾ കൊടുക്കുവാണെങ്കിൽ എന്തായിരിക്കും, ഡിസിഷൻ ട്രീ റിഗ്രസർ വിത്ത് ഡെപ്ത് 3 ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, സോ അത് നോട്ടീസ് ചെയ്ത് തരണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക, മോഡൽ ഡോട്ട് ഫിറ്റ് ആണ്. സോ മോഡൽ ഡോട്ട് ഫിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കാം എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ നമുക്കിനി എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യാനുണ്ട് അല്ലേ, അതായത് ട്രെയിനിങ് സ്കോറും ടെസ്റ്റിംഗ് സ്കോറും പ്രിന്റ് ചെയ്യാനുണ്ട്. സോ പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൽ കൊടുക്കാം ട്രെയിൻ സ്കോർ കോമ മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ. ആസ് ദ സെയിം വേ എന്ത് കൊടുക്കുക, പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്സ് ടെസ്റ്റ് സ്കോർ കോളൻ സ്പേസ് ഇടുക കോമ മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ്. ദെൻ റൺ ചെയ്യാം. അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഡെപ്ത് 3 തന്നെ ട്രെയിനിങ് സ്കോർ 0.99 ടെസ്റ്റ് സ്കോർ കിട്ടുന്നുണ്ട് 0.98 കിട്ടുന്നുണ്ട് റിഗ്രസറിൽ. അതേപോലെ തന്നെ നമുക്ക് ഇതിനി എന്ത് ചെയ്യാം, ബേസ് എസ്റ്റിമേറ്റർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഐദർ മോഡൽ 2 എന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ മോഡൽ 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. സോ മോഡൽ 1 ഈക്വൽ കൊടുക്കാം XGB റിഗ്രസർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ base underscore estimators equals എന്ന് കൊടുക്കുന്നുണ്ട് ഡിസിഷൻ ട്രീ റിഗ്രസർ ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ കൊടുക്കാം മാക്സ് അണ്ടർസ്കോർ ഡെപ്ത് ഈക്വൽസ് എന്ന് കൊടുക്കുന്നുണ്ട് 6 കൊടുക്കുന്നുണ്ട് കോമ ലേണിംഗ് റേറ്റ് ഈക്വൽസ് 0.6 കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം മോഡൽ 1 ഡോട്ട് ഫിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക,
എക്സ്ട്രെയിൻ കോമ വൈറ്റ് ട്രെയിൻ കൊടുക്കുക, പ്രിന്റ് ട്രെയിൻ സ്കോർ കോളൻ ഒരു സ്പേസ് കൊടുക്കുക, കോമ മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ്ട്രെയിൻ കോമ വൈറ്റ് ട്രെയിൻ കൊടുക്കുക, പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ടെസ്റ്റ് സ്കോർ കോളൻ സ്പേസ് ഇടുക, കോമ കൊടുക്കുക, മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കുക, then റൺ ചെയ്ത് നോക്കുക. ഓക്കെ, ഡിസിഷൻ ട്രീ റിഗ്രസർ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായില്ല. മുകളിൽ പോയിട്ട് ജസ്റ്റ് അതൊന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രം സ്കേലേൺ ഡോട്ട് ട്രീ ഇമ്പോർട്ട് ഡിസിഷൻ ട്രീ റിഗ്രസർ റൺ ചെയ്യാം. ഇതിന് ശേഷം ഒന്നും കൂടി താഴത്തേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം റൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ സെയിം തന്നെയാണ്. ഓക്കെ, മോഡൽ 1 ആക്കിയിട്ടുണ്ടായില്ല ടെസ്റ്റിംഗ് സ്കോർ. ഓക്കെ, ഇവിടെ 1 കൊടുക്കുക, ഇവിടെയും മസ്റ്റായിട്ടും 1 കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. 0.99ഉം 0.98 അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് ഈ ഒരു മോഡലിന് കിട്ടുന്നുണ്ട്. സോ ഇതേപോലെ നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ഡാറ്റ സെറ്റുകൾ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഡാറ്റ സെറ്റ് ആയാലും ഇഷ്യൂസ് ഇല്ല. അത് വെച്ചിട്ട് എന്ത് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സോ അഡാബൂസ്റ്റോ എക്സിബൂസ്റ്റോ നമ്മൾ നോർമലി അൽഗോരിതംസ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് ഔട്ട്കം കിട്ടാത്ത ഡാറ്റ സെറ്റുകൾ ഉണ്ട് എങ്കിൽ അത് ഈ ബൂസ്റ്റിംഗ് അൽഗോരിതംസ് വെച്ചിട്ടൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടോ എന്ന് മസ്റ്റായിട്ടും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ലേണിംഗ് റേറ്റ് ചേഞ്ച് ആക്കി നോക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബൂസ്റ്റിംഗ് അൽഗോരിതംസ് നമ്മുടെ ഡാറ്റ സെറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ മോഡലിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് ബെറ്റർ പെർഫോമൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ലൊരു ഔട്ട്കം തരുന്ന ഒരു മോഡലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ബൂസ്റ്റിംഗ് അൽഗോരിതംസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പോർഷൻ ബാക്കി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഡാറ്റ സെറ്റ് വെച്ചിട്ട് ഐദർ റിഗ്രഷൻ ഡാറ്റ സെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, XGB റിഗ്രസർ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ അഡാബൂസ്റ്റിന്റെ റിഗ്രഷൻ ക്ലാസിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് മസ്റ്റായിട്ടും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. പ്രാക്ടീസ് ചെയ്ത് നോക്കണേ. ചെയ്ത് കഴിഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ട് മസ്റ്റായിട്ടും ഗ്രൂപ്പിലിടുക കേട്ടോ. നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് ഇടുന്നതായിട്ട് അധികം കാണുന്നില്ല. സോ എല്ലാവരും മസ്റ്റായിട്ടും സ്ക്രീൻഷോട്ട് ഇടണേ, അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ബേർഡൻ ആവും. നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ജാങ്കോ തുടങ്ങുമ്പോഴേക്കും ഈ ഒരു പോർഷൻ ഒപ്പത്തിനൊപ്പം എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടാവും കേട്ടോ. സോ ഒപ്പത്തിനെത്താൻ നോക്കുക. ഓക്കെ, എന്നാലേ നമുക്ക് ഒരുമിച്ച് പ്രൊജക്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സോ ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. സോ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു. Thank you, ma'am.